നമസ്കാരം. ധനുസ് PSC ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം നടന്ന പോലീസ് കോൺസ്റ്റബിൾ തസ്തികയിലേക്ക് നടന്ന എക്സാമിൻ്റെ പ്രൊവിഷണൽ ആൻസർ കീയാണ്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 58/2026 ആണ്. ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ് ആൽഫ കോഡ് A ആണ് നമ്മൾ നോക്കുന്നത്. അതിൻ്റെ ആൻസേഴ്സ് നോക്കാം. ഇനി വരാൻ പോകുന്ന ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ തസ്തികയിലേക്കും ഇതിൻ്റെയൊക്കെ സിലബസ് സെയിം ആണ്. അപ്പോൾ ചോദ്യങ്ങൾ ഇതേമാതിരിയുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. നോക്കാം. ഒന്നാമത്തെ ചോദ്യം, മഹത്തായ കുതിച്ചുചാട്ടം എന്ന പദ്ധതി ചൈനയിൽ ആരംഭിച്ചത് ആരാണ്? ആൻസർ ഓപ്ഷൻ സി, മാവോ സേ തൂങ്. മഹത്തായ കുതിച്ചുചാട്ടം എന്ന പദ്ധതി ചൈനയിൽ ആരംഭിച്ചത് ആരാണ്? ആൻസർ ഓപ്ഷൻ സി, മാവോ സേ തൂങ്. നമ്പർ 2, ബ്രിട്ടീഷുകാർക്കെതിരായി 1857 ഇന്ത്യയിൽ നടന്ന കലാപവുമായി ബന്ധപ്പെട്ട് റിലീഫ് ഓഫ് ലക്നൗ എന്ന ചിത്രം വരച്ചത് ആരാണ്? ബ്രിട്ടീഷുകാർക്കെതിരായി 1857 ഇന്ത്യയിൽ നടന്ന കലാപത്തിൻ്റെ അതുമായി ബന്ധപ്പെട്ട് റിലീഫ് ഓഫ് ലക്നൗ എന്ന ചിത്രം വരച്ചത് ആരാണ്? ആൻസർ ഓപ്ഷൻ എ, തോമസ് ജോൺസ് ബാർക്കർ. തോമസ് ജോൺസ് ബാർക്കർ. നമ്പർ 3, കേരളത്തിൽ ബ്രിട്ടീഷുകാരുടെ പ്രത്യക്ഷ ഭരണത്തിലുണ്ടായിരുന്ന മേഖല ഏതാണ്? കേരളത്തിൽ ബ്രിട്ടീഷുകാരുടെ പ്രത്യക്ഷ ഭരണത്തിലുണ്ടായിരുന്ന മേഖല ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി, മലബാർ. നെക്സ്റ്റ് വൺ, നമ്പർ 4, ഇന്ത്യ വിഭജനവുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാൻ പ്രമേയം തയ്യാറാക്കിയത്. ഇന്ത്യ വിഭജനവുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാൻ പ്രമേയം തയ്യാറാക്കിയത് ആരാണ്? ആൻസർ ഓപ്ഷൻ ബി, സിക്കന്ദർ ഹയാത്ത് ഖാൻ. നെക്സ്റ്റ് വൺ, ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപം കൊണ്ട വർഷം ഏതാണ്? ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപം കൊണ്ട വർഷം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, 1921. നെക്സ്റ്റ് വൺ, ലോകത്തിലെ ഏറ്റവും വലിയ ത്രിവർണ്ണ പതാക എന്ന ഗിന്നസ് റെക്കോർഡ് നേടിയ ഇന്ത്യയുടെ ത്രിവർണ്ണ പതാക സ്ഥാപിച്ചത് എവിടെയാണ്? ലോകത്തിലെ ഏറ്റവും വലിയ ത്രിവർണ്ണ പതാക എന്ന ഗിന്നസ് റെക്കോർഡ് നേടിയ ഇന്ത്യയുടെ ത്രിവർണ്ണ പതാക സ്ഥാപിച്ചത് എവിടെയാണ്? ആൻസർ ഓപ്ഷൻ സി, ആൻഡമാൻ നിക്കോബാർ. സ്മാർട്ട് സിറ്റി ദൗത്യത്തിൻ്റെ ലക്ഷ്യമെന്താണ്? ആൻസർ ഓപ്ഷൻ എ, ശുചിത്വപൂർണവും സുസ്ഥിരവുമായ ചുറ്റുപാട്. നെക്സ്റ്റ് വൺ, ഉത്തരേന്ത്യയിൽ ഖാരിഫ് കാലത്തും ദക്ഷിണേന്ത്യയിൽ റാബി കാലത്തും കൃഷി ചെയ്യുന്ന ഒരു വിളയാണ്? ആൻസർ ഓപ്ഷൻ ബി, നിലക്കടല. നെക്സ്റ്റ് വൺ, ഭൂമിയുടെ വൻകരാഭൂവൽക്കത്തിൻ്റെ ശരാശരി സാന്ദ്രത എത്രയാണ്? ഭൂമിയുടെ വൻകരാഭൂവൽക്കത്തിൻ്റെ ശരാശരി സാന്ദ്രത എത്രയാണ്? ആൻസർ ഓപ്ഷൻ എ, 2.7 ഗ്രാം പെർ ഘന സെൻറ്റിമീറ്റർ. 2.7 ഗ്രാം 2.7 ഗ്രാം പെർ ഘന സെൻറ്റിമീറ്റർ. നെക്സ്റ്റ് വൺ, ഹിമാലയ പർവ്വത നിരകൾക്കിടയിലെ ഇന്ത്യൻ ഫലകാതിര് ചുവടെ ചേർത്തിട്ടുള്ളവയിൽ ഏത് തരമാണ്? ഹിമാലയ പർവ്വത നിരകൾക്കിടയിലെ ഇന്ത്യൻ ഫലകാതിര് ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ ഏത് തരമാണ്? ആൻസർ ഓപ്ഷൻ ഡി, വൻകര സംയോജനം. നെക്സ്റ്റ് വൺ, തന്നിരിക്കുന്നവയിൽ ഒപെക് അംഗരാജ്യമല്ലാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ എ, അമേരിക്കൻ ഐക്യനാടുകൾ. നെക്സ്റ്റ് വൺ, അകാൽ, ത്രികാൽ, ജൽകാൽ എന്നീ പദങ്ങൾ ഏത് പ്രകൃതി ദുരന്തവുമായി ബന്ധപ്പെട്ടതാണ്? ആൻസർ ഓപ്ഷൻ എ, വരൾച്ച. നെക്സ്റ്റ് വൺ, 1991 നവസാമ്പത്തിക പരിഷ്കാരങ്ങൾ 2 നയങ്ങളായാണ് സമ്പദ് വ്യവസ്ഥയിൽ നടപ്പിലാക്കിയത്. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ നയങ്ങൾ കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ സി ആണ്, ഘടനാപരമായ പരിഷ്കരണ നടപടികളും സ്ഥിരത കൈവരിക്കാനുള്ള നടപടികളുമാണ്. ആൻസർ ഓപ്ഷൻ സി ആണ്.
നെക്സ്റ്റ് വൺ, ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട് ശരിയായ വാക്യം കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ബി ആണ്. ഒന്നാം ഘട്ടം 1960കളുടെ മധ്യം മുതൽ 1970കളുടെ മധ്യം വരെയാണ്. നെക്സ്റ്റ് ചോദ്യം, സാമ്പത്തിക ലബ്ധിക്ക് ശേഷം പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവും മറ്റു പ്രധാന രാഷ്ട്രീയ നേതാക്കളും ചിന്തകരും ചേർന്ന് ഇന്ത്യക്ക് അനുയോജ്യമായ സമ്പദ് വ്യവസ്ഥ കണ്ടെത്തി. ആ സമ്പദ് വ്യവസ്ഥയുടെ പ്രധാന ശരിയായ സവിശേഷത ഏതാണ്? ഇന്ത്യയുടെ അനുയോജ്യമായ സമ്പദ് വ്യവസ്ഥ കണ്ടെത്തിയിരുന്നു. ആ സമ്പദ് വ്യവസ്ഥയുടെ ശരിയായ സവിശേഷത ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി, സ്വകാര്യ മേഖലാ പങ്കാളിത്തത്തോടെയുള്ള ശക്തമായ പൊതുമേഖലാ സമ്പദ് വ്യവസ്ഥ. സ്വകാര്യ മേഖലാ പങ്കാളിത്തത്തോടെയുള്ള ശക്തമായ പൊതുമേഖലാ സമ്പദ് വ്യവസ്ഥ. നെക്സ്റ്റ് ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതികളുടെ പൊതുവായ സവിശേഷതകൾ തിരഞ്ഞെടുക്കുക. ആൻസർ ഓപ്ഷൻ എ ആണ്. 1ഉം 2ഉം മാത്രം. സാമ്പത്തിക വളർച്ച, സ്വയം പര്യാപ്തത, സാമൂഹിക നീതി, ആധുനികവൽക്കരണം. നെക്സ്റ്റ് വൺ, കേരളത്തിൽ നടപ്പിലാക്കിയ സ്ത്രീ കേന്ദ്രീകൃതമായ ഒരു സാമൂഹ്യ അധിഷ്ഠിത ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയായ പാവപ്പെട്ട സ്ത്രീകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്നത് ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, കുടുംബശ്രീ. നെക്സ്റ്റ് വൺ, 2016 നവംബർ 8 ഇന്ത്യയിൽ നടപ്പിലാക്കിയ നോട്ട് നിരോധനത്തിൻ്റെ ലക്ഷ്യങ്ങൾ. നോട്ട് നിരോധനത്തിൻ്റെ ലക്ഷ്യങ്ങൾ താഴെ പറയുന്നവയിൽ ഏതെല്ലാമായിരുന്നു? ആൻസർ ഓപ്ഷൻ ഡി, 1ഉം 2ഉം 3ഉം ആണ്. 1ഉം 2ഉം 3ഉം. നെക്സ്റ്റ് വൺ, ഇന്ത്യൻ ഭരണഘടനാ ദിനം ഏതായിരുന്നു? ആൻസർ ഓപ്ഷൻ എ, നവംബർ 26. നെക്സ്റ്റ് വൺ, കാര്യനിർവഹണ വിഭാഗത്തെ നിയമനിർമ്മാണ സഭ നിയന്ത്രിക്കുന്നു. രാഷ്ട്രത്തലവൻ്റെ അധികാരങ്ങൾ നാമമാത്രമായിരിക്കും. രാഷ്ട്രത്തലവൻ പ്രധാനമന്ത്രിയായിരിക്കും. ഭരണത്തലവനും രാഷ്ട്രത്തലവനും രാഷ്ട്രപതി ആയിരിക്കും. ഓക്കെ, ആൻസർ ഓപ്ഷൻ സി ആണ്. 4ാമത്തെ മാത്രമാണ് എന്ത് വരിക? വ്യവസ്ഥയിൽ പെടാത്തത്. ഇവയിൽ പാർലമെൻ്ററി വ്യവസ്ഥയിൽ പെടാത്ത ഏതാണ്? 4ാമത്തെ മാത്രമാണ് വ്യവസ്ഥയിൽ പെടാത്തത്. നെക്സ്റ്റ് ചോദ്യം, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഏതനുച്ഛേദങ്ങളിൽ ഉൾപ്പെടുന്നു? ആൻസർ ഓപ്ഷൻ ബി, അനുച്ഛേദം 21, 25 മുതൽ 28 വരെ. ആൻസർ ഓപ്ഷൻ ബി ആണ്. അനുച്ഛേദം 25 to 28. നെക്സ്റ്റ് ചോദ്യം, 1976 42ാം ഭരണഘടനാ ഭേദഗതിയുടെ ഭാഗമായി മൗലിക കർത്തവ്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു പുതിയ ഭാഗം 4 ഭരണഘടനയിൽ ഉൾപ്പെടുത്തി. ഇത് പ്രകാരം 51A അനുച്ഛേദമായി വന്നു. എത്ര മൗലിക കർത്തവ്യങ്ങളാണ് ഇന്ത്യൻ ഭരണഘടനയുള്ളത്? എത്ര മൗലിക കർത്തവ്യങ്ങളാണ് ഇന്ത്യൻ ഭരണഘടനയിൽ ഉള്ളത്? ആൻസർ ഓപ്ഷൻ എ, 11. ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഘടന എന്താണ്? ആൻസർ ഓപ്ഷൻ സി, മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറും മറ്റ് 2 കമ്മീഷണർമാരും അടങ്ങുന്നത്. നെക്സ്റ്റ് വൺ, മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് അറിയപ്പെടുന്ന ഭരണഘടനാ ഭേദഗതി ഏതാണ്? ആൻസർ ഓപ്ഷൻ എ, 42ാം ഭരണഘടനാ ഭേദഗതി 1976. നെക്സ്റ്റ് വൺ, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ ആശയങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിലേക്ക് കൂട്ടിച്ചേർത്തത് എവിടെ നിന്നാണ്? ആൻസർ ഓപ്ഷൻ ഡി, ഫ്രാൻസ്. ഓപ്ഷൻ ഡി, ഫ്രാൻസ്. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ ആശയങ്ങൾ ഫ്രാൻസിൻ്റെ നിന്നുമാണ് നമ്മൾ കടമെടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് ചോദ്യം, 2025 ഡിസംബറിൽ നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രായം കുറഞ്ഞ നഗരസഭാ അധ്യക്ഷയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെയാണ്? ദിയ ബിനു പുളിക്കക്കണ്ടം. ദിയ ബിനു പുളിക്കക്കണ്ടം. നെക്സ്റ്റ് ചോദ്യം, സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ചുമതല തിരഞ്ഞെടുത്തത് എഴുതുക. സംസ്ഥാന
തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലകൾ തെരഞ്ഞെടുത്ത് എഴുതുക. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, നാലാമത്തതാണ്. പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളിലേക്കുള്ള അംഗങ്ങളുടെ തിരഞ്ഞെടുപ്പ്. പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളിലേക്കുള്ള അംഗങ്ങളുടെ തിരഞ്ഞെടുപ്പ്. നെക്സ്റ്റ് വൺ. മൗലിക ചുമതലകൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത ഭരണഘടനാ ഭേദഗതി ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി 42. നെക്സ്റ്റ് വൺ. ഗവർണറുടെ പദവിയുമായി ബന്ധപ്പെട്ട താഴെ പറയുന്നവയിൽ തെറ്റായത് ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ സി. ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ഗവർണറെ നിയമിക്കുന്നത്. നെക്സ്റ്റ് വൺ. കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ നടപ്പാക്കുന്ന സ്നേഹപൂർവം പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത് എന്താണ്? ആൻസർ ഓപ്ഷൻ ഡി. മാതാവ്, പിതാവ് അല്ലെങ്കിൽ രണ്ടുപേരും നഷ്ടപ്പെട്ട വിദ്യാർത്ഥികൾക്കാണ് ധനസഹായം നൽകുന്നത്. നെക്സ്റ്റ് വൺ. താഴെ പറയുന്ന ജീവിതശൈലി രോഗത്തിന് ഉദാഹരണം ഏതാണ്? താഴെ പറയുന്നവയിൽ ജീവിതശൈലി രോഗത്തിന് ഉദാഹരണമാണ് ഏതൊക്കെ? ആൻസർ ഓപ്ഷൻ ബി ആണ്, മൂന്നാമത്തത്, ഒബീസിറ്റി, പൊണ്ണത്തടി. നെക്സ്റ്റ് വൺ. ഒരു നാഡീകോശത്തിലൂടെ ആവേഗങ്ങൾ കടന്നു പോകാൻ സഹായിക്കുന്ന പ്രധാന മൂലകങ്ങൾ ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ സി 1, 3. സോഡിയം, പൊട്ടാസ്യം. സോഡിയം, പൊട്ടാസ്യം പമ്പെന്ന് പറയില്ലേ, നാഡി അവയവങ്ങൾ പോകുമ്പോൾ മൈനസ് ഇവിടെയാണെങ്കിൽ നാഡി പ്ലസ് ആണെങ്കിൽ സോഡിയം പൊട്ടാസ്യം അങ്ങനെയാണ് കടന്നു പോകുക. പമ്പ് ഇങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിരിക്കും. നെക്സ്റ്റ്. ശരിയായ വാരിയെല്ലുകൾ ട്രൂ റിബ്സ് എന്നത് എന്തൊക്കെയാണ്? ട്രൂ റിബ്സ് എന്നത് എന്തൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ എ 1 മുതൽ 7 വരെയുള്ള ജോഡി വാരിയെല്ലുകൾ. 1 മുതൽ 7 വരെ ജോഡി വാരിയെല്ലുകൾ ട്രൂ റിബ്സ് എന്ന് പറയും. റിബ്സുകൾ അല്ലേ, 12 പെയറുണ്ട്, 24 എണ്ണം. അതിൽ 1 മുതൽ 7 വരെയാണ് ട്രൂ റിബ്സ്. നെക്സ്റ്റ് വൺ. മനുഷ്യരീരത്തിലെ പീതബിന്ദു എന്ന ഭാഗത്തെ സംബന്ധിച്ച് കൂടുതൽ ശരിയായത് ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ ബി രണ്ടാമത്തതാണ്. രണ്ടാമത്തതാണ് ശരിയായത്. കോൺ കോശങ്ങൾ വളരെ കൂടുതലാണ്, റോഡ് കോശങ്ങൾ കാണപ്പെടുന്നില്ല, കുറവാണ്. കോൺ കോശങ്ങൾ വളരെ കൂടുതലാണ്, റോഡ് കോശങ്ങൾ കാണപ്പെടുന്നില്ല അല്ലെങ്കിൽ കുറവാണ്. ഓക്കെ, രണ്ടാമത്തതാണ് ആൻസർ, ഓപ്ഷൻ ബി ആൻസറാണ്. പീതബിന്ദു എന്ന് പറഞ്ഞാൽ എന്താണ്? റെറ്റിനയിൽ അല്ലെങ്കിൽ എന്താ പറയുക, ഏറ്റവും കൂടുതൽ കാഴ്ചശക്തിയുള്ള കണ്ണിൻ്റെ ഭാഗമാണെന്ത്? പീതബിന്ദു. ഏറ്റവും കൂടുതൽ കാഴ്ചശക്തിയുള്ള കണ്ണിലെ ഭാഗമാണ് പീതബിന്ദു അല്ലെങ്കിൽ യെല്ലോ സ്പോട്ട് എന്ന് പറയുക. ഓക്കെ, നമ്മൾ ഒരു ചെറിയ വസ്തുക്കളെ സൂക്ഷിച്ച് നോക്കുമ്പോൾ പ്രതിബിംബം രൂപം കൊള്ളുന്ന എവിടെയായിരിക്കും? എപ്പോഴും പീതബിന്ദുവിലായിരിക്കും. ഏറ്റവും കൂടുതൽ കാഴ്ചശക്തി കിട്ടുന്ന കണ്ണിലെ ഭാഗം ഏതാണ്? ഈ പീതബിന്ദുവാണ്, അല്ലെങ്കിൽ യെല്ലോ സ്പോട്ട്. പീതബിന്ദു അല്ലെങ്കിൽ യെല്ലോ സ്പോട്ട് എന്ന് പറയുന്നു. നമ്മുടെ റെറ്റിനയിൽ പ്രകാശഗ്രാഹി കോശങ്ങൾ, റോഡ് കോശങ്ങളും കോൺ കോശങ്ങളും ഒക്കെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഭാഗം ഏതാണ്? ഈ പീതബിന്ദു തന്നെയാണ്. പീതബിന്ദു തന്നെയാണ്. നമ്മൾ സൂക്ഷിച്ച് നോക്കുമ്പോൾ പീതബിന്ദുവിലാണ് നമ്മൾ പ്രതിബിംബം രൂപം കൊള്ളുക, സൂക്ഷിച്ച് നോക്കുമ്പോൾ. ഓക്കെ, അപ്പോൾ പീതബിന്ദു അല്ലെങ്കിൽ യെല്ലോ സ്പോട്ട്. നെക്സ്റ്റ് ചോദ്യം. ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്നത് എന്താണ്? ഭൂമിയുടെ ശ്വാസകോശം. ആൻസർ ഓപ്ഷൻ ഡി നാലാമത്തതാണ്, ആമസോൺ മഴക്കാടുകൾ. ആമസോൺ മഴക്കാടുകൾ. സംസ്ഥാനത്തെ അരിവാൾ രോഗം ബാധിച്ച നോൺ ട്രൈബൽ വിഭാഗത്തിലെ രോഗികൾക്ക് നൽകി വരുന്ന ധനസഹായ പദ്ധതിയാണ് ഏത്? സംസ്ഥാനത്തെ അരിവാൾ രോഗം ബാധിച്ച നോൺ ട്രൈബൽ വിഭാഗത്തിലെ രോഗികൾക്ക് നൽകി വരുന്ന ധനസഹായ പദ്ധതി ഏതാണ്? ആൻസർ ഓപ്ഷൻ സി നാലാമത്തതാണ്, സമാശ്വാസം പദ്ധതി 4. നോൺ ട്രൈബൽ വിഭാഗത്തിലെ അല്ല അല്ലേ. അരിവാൾ രോഗം എന്താണ്? സിക്കിൾ സെൽ അനീമിയ എന്ന ജനിതക രോഗം. അരിവാൾ സിക്കിൾ സെൽ അനീമിയ എന്ന ജനിതക രോഗമാണ്, അത് പാരമ്പര്യ രോഗമാണ്. എന്ന് പറയുമ്പോൾ എന്താണ് അരിവാൾ രോഗം? ശരിക്കും എന്താണ്? നമ്മുടെ RBC ഇല്ല, നമ്മുടെ ഇത്തരത്തിലുള്ള RBC കുറയുമ്പോൾ നമുക്ക് എന്താണ്? ഹീമോഗ്ലോബിൻ കുറയുന്നു, അനീമിയ ആകുന്നു. അപ്പോൾ അതാണ് സിക്കിൾ സെൽ അനീമിയ എന്ന് പറയുക. അതിന് കാരണം എന്താണ്? ഈ അരിവാൾ രോഗം ബാധിക്കുമ്പോൾ അല്ലേ നമ്മുടെ RBCയിലുള്ള അല്ലേ, RBC എന്ന് പറയുമ്പോൾ എന്താണത്? അത് സിക്കിൾ സെല്ല് പോലെ, അരിവാൾ പോലെ ആയിത്തീരുന്നു.
ഈ റൗണ്ട് ഷേപ്പ്, ഏകദേശം റൗണ്ട് ഷേപ്പുള്ള RBC ഇല്ലേ, അതെന്തായിട്ട് മാറും? സിക്കിൾ സെല്ല് പോലെ അതായത് അരിവാൾ പോലെ ഒരു ഷേപ്പ് ആയി മാറുന്നു. അതാണ് അരിവാൾ രോഗമെന്ന് പറയുക. അപ്പോൾ നമുക്ക് എന്തില്ല, അവിടെ ഈ RBCയിലാണ് നമ്മുടെ ഹീമോഗ്ലോബിൻ ഹീമോഗ്ലോബിൻ ഉള്ളത് അല്ലേ. അപ്പോൾ അതിന് ചുവപ്പ് നിറം കൊടുക്കുന്നു, വർണ്ണവസ്തുവാണ് ഹീമോഗ്ലോബിൻ. ആ ഹീമോഗ്ലോബിനാണ് എന്തുണ്ടാവുക? ഓക്സിജനുമായി കമ്പൈൻ ചെയ്യേണ്ടത് ഇല്ല, അങ്ങനെയാണ് എല്ലായിടത്തും പോവുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഹീമോഗ്ലോബിൻ കുറയുന്നു. അരിവാൾ രോഗം ബാധിക്കുമ്പോൾ, അരിവാൾ പോലെ RBC ആകുമ്പോൾ ഹീമോഗ്ലോബിൻ കുറയുന്നു. അങ്ങനെ ആകുമ്പോൾ ഓക്സിജൻ കമ്പൈൻ ചെയ്യാനുള്ള കഴിവ് കുറയുന്നു. അപ്പോൾ സെല്ലുകളിലേക്ക്, കോശങ്ങളിലേക്ക് എന്ത് പോകുന്നില്ല? ഈ ഹീമോഗ്ലോബിൻ പോകുന്നില്ല അല്ലേ. അപ്പോൾ എനർജി ഉൽപ്പാദിപ്പിക്കുന്നില്ല. അപ്പോൾ ഇവരിക്കും അനീമിക്കായിട്ട് മാറുക ചെയ്യുന്നത്. അപ്പോൾ അതാണ് പദ്ധതിയുടെ പേരെന്താണ്? നോൺ ട്രൈബൽ വിഭാഗത്തിന് കൊടുക്കുന്ന പദ്ധതിയുടെ പേരെന്താണ്? സമാശ്വാസം പദ്ധതി. അപ്പോൾ സിക്കിൾ സെൽ അനീമിയ എന്താണെന്നുള്ളത് അറിയാം. ഒരു ജനിതക രോഗമാണ്. ഹീമോഗ്ലോബിൻ അല്ലേ, അരിവാൾ രോഗം, അതായത് RBC അരിവാൾ പോലെ, സിക്കിൾ സെല്ല് പോലെ അരിവാൾ പോലെ ആകുന്ന അസുഖമാണത്. അപ്പോൾ ഹീമോഗ്ലോബിൻ്റെ കുറവുണ്ടാകുന്നു. അപ്പോൾ അനീമിക്കാവുന്നു, വളർച്ചയുണ്ടാകുന്നു. ഓക്കെ, അത്രയും ബേസിക് അറിഞ്ഞിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ. 2025 ഫെബ്രുവരി 17 വിക്ഷേപിച്ച ഇൻസാറ്റ് 3DS ഉപഗ്രഹത്തിൻ്റെ പ്രധാന ഉപയോഗം എന്താണ്? ആൻസർ ഓപ്ഷൻ ഡി, കാലാവസ്ഥ നിരീക്ഷണം. നെക്സ്റ്റ് വൺ, ലോറിയും ബൈക്കും കൂട്ടിയിടിച്ചാൽ ഏതിനാണ് കൂടുതൽ ത്വരണം ഉണ്ടാകുന്നത്? ആൻസർ ഓപ്ഷൻ ബി ആണ്, ബൈക്കിന്. നെക്സ്റ്റ്, മഴവില്ല് കാണുവാനായി സൂര്യൻ്റെ സ്ഥാനം എങ്ങനെ ആയിരിക്കണം? ആൻസർ ഓപ്ഷൻ ബി, നിരീക്ഷകൻ്റെ പിന്നിലായിരിക്കണം. നെക്സ്റ്റ്, വെള്ളം നിറച്ചൊരു പാത്രത്തിൽ ഒരു കാപ്പിലറി ട്യൂബ് ഇട്ട് വയ്ക്കുമ്പോൾ ട്യൂബിലെ ജലനിരപ്പ് 4 സെൻറ്റിമീറ്റർ ഉയരുന്നു. പകുതി വ്യാസമുള്ള ട്യൂബാണ് ഉപയോഗിക്കുന്നതെങ്കിൽ വെള്ളം എത്ര cm ഉയരും? സെൻറ്റിമീറ്റർ ഉയരും. ആൻസർ ഓപ്ഷൻ എ ആണ്, 8 സെൻറ്റിമീറ്റർ. നെക്സ്റ്റ് ചോദ്യം. ഡയമണ്ട്, ഗ്രാഫൈറ്റ് എന്നിവ കാർബൺ എന്ന മൂലകത്തിൻ്റെ എന്താണ്? ആൻസർ ഓപ്ഷൻ സി, രൂപാന്തരങ്ങളാണ്. നെക്സ്റ്റ് വൺ, സ്റ്റാൻഡേർഡ് ഊഷ്മാവിലും മർദ്ദത്തിലും 67.2 ലിറ്റർ അമോണിയ വാതകത്തിൽ അടങ്ങിയിരിക്കുന്ന അമോണിയ തന്മാത്രകളുടെ എണ്ണം എത്രയാണ്? ആൻസർ ഓപ്ഷൻ ഡി, 18.066 × 10⁻23. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം. സ്ഥിരോഷ്മാവിൽ ഒരു നിശ്ചിത മാസ് വാതകത്തിൻ്റെ മർദ്ദവും വ്യാപ്തവും സൂചിപ്പിക്കുന്ന ഒരു പട്ടികയാണ് കൊടുത്തിട്ടുള്ളത്. ഈ പട്ടിക, മുകളിൽ കൊടുത്തിട്ടുള്ള പട്ടിക ഏതു വാതക നിയമത്തെ സൂചിപ്പിക്കുന്നു? ആൻസർ ഓപ്ഷൻ എ ആണ്, ബോയിൽ നിയമം. മർദ്ദം 2 ബാർ ആണെങ്കിൽ വ്യാപ്തം 50 ലിറ്റർ ആകുന്നു. 1 ബാർ ആണെങ്കിൽ 100 ലിറ്റർ ആകുന്നു. 5 ബാർ ആണെങ്കിൽ 20 ലിറ്റർ ആകുന്നു. ബോയിൽ നിയമത്തെയാണിത് സൂചിപ്പിക്കുന്നത്. നെക്സ്റ്റ് ചോദ്യം. അമ്ലമഴയുടെ pH എന്താണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, 4നും 5നും ഇടയിൽ. ഇതിപ്പോൾ 4നും 5നും ഇടയിൽ എന്ന് അറിയത്തില്ലെങ്കിൽ പോലും നമുക്കറിയില്ലേ, 7 എന്ന് പറഞ്ഞ ന്യൂട്രൽ അല്ലേ, 6.5 8.5 ഇടയിലുണ്ട്. അപ്പോൾ അതൊന്നുമല്ല, 4നും 5നും ഇടയിലെങ്കിലും അമ്ലമാകത്തുള്ളൂ, ആസിഡ് ആകത്തുള്ളൂ എന്നുള്ളത് കോമൺ സെൻസ് കൂടി എഴുതാൻ പറ്റും കേട്ടോ. കുറച്ച് കോമൺ സെൻസ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉപയോഗിക്കണം എപ്പോഴും. നെക്സ്റ്റ് ചോദ്യം. പ്രമുഖ നോവലിസ്റ്റും കാർട്ടൂണിസ്റ്റുമായ OV വിജയൻ്റെ കൃതികൾ താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഏതെല്ലാമാണ്? ആൻസർ ഓപ്ഷൻ സി, 1ഉം 2ഉം, പ്രവാചകൻ്റെ വഴി, അതുപോലെ തന്നെ ഗുരുസാഗരം. നെക്സ്റ്റ് വൺ. മലയാളത്തിൽ ആദ്യമായി പിന്നണി ഗാനം അവതരിപ്പിക്കപ്പെട്ട ചലച്ചിത്രം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, നിർമ്മല. താഴെ കൊടുത്തിരിക്കുന്ന ചലച്ചിത്ര നടന്മാരിൽ ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് ലഭിച്ചവർ ആരെല്ലാം? ആൻസർ ഓപ്ഷൻ സി ആണ്, 1ഉം 4ഉം, മോഹൻലാലും രജനീകാന്തും. നെക്സ്റ്റ് വൺ. 2025 ഇന്ത്യൻ വനിതാ ഫുട്ബോൾ ടീമിൽ ഇടം നേടിയ മലയാളി താരം ഇവരിൽ ആരാണ്? ആൻസർ ഓപ്ഷൻ എ, പി മാളവിക. നെക്സ്റ്റ് വൺ. തന്നിരിക്കുന്നവയിൽ
തനതു നാടക പ്രസ്ഥാനത്തിൽ ഉൾപ്പെടുന്ന നാടകങ്ങൾ ഏതെല്ലാമാണ്? ആൻസർ ഓപ്ഷൻ സി 1, 2, 3. കലി, ദൈവത്താൻ, അവനവൻ കടമ്പ. കലി, ദൈവത്താൻ, അവനവൻ കടമ്പ എന്നിവയാണ്. ഓക്കെ.